ഹലോ, ഓമനക്കുട്ടനാ വിളിച്ചത്. കഴിഞ്ഞ മാസത്തെ വാടക ലംബോദര മാഷിന്റെ കയ്യിൽ കൊടുത്തില്ല. ലംബോദര മാഷിന് കൊടുക്കുന്നതിന്റെ തലേ ദിവസം ഓമനക്കുട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അവനെന്തോ കാശിന് അത്യാവശ്യമുണ്ട്, ആ കാശ് അവന് കൊടുക്ക്, ലംബോദര മാഷിനോട് പറയാന്നാ പറഞ്ഞത്. അവൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ലംബോദര മാഷ് വാടക കിട്ടിയില്ല എന്ന് പറഞ്ഞ അവിടെ ഭയങ്കര ബഹളം, ഇങ്ങോട്ട് പോന്നിട്ടുണ്ടോ? അതിന് ഇച്ചാനെന്തിനാ പേടിക്കുന്നത്? മാഷിനോടുള്ള കാര്യം പറഞ്ഞാ പോരെ? കാശ് വാങ്ങിച്ചത് അങ്ങയുടെ മരുമോനല്ലേ? അത് അവിടെ പ്രശ്നമാവൂലേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഇവിടെ പ്രശ്നമാകും. അതിലും നല്ലത് അവിടെ പ്രശ്നമാവുന്നതല്ലേ. അവരായി അവരുടെ പാടായി. ഓ ചെയ്യുമ്പോഴേ ആലോചിക്കണോ? ഞാൻ ആലീസിന് അസുഖമാണെന്ന് കള്ളം പറയാൻ ചെയ്ത്. ഇനിയിപ്പൊ അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ ആലീസിന് അസുഖം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനും ഈ കേസിൽ പെട്ടു. ആ ഫോണിങ് എടുക്ക്, ഞാനത് ആലീസിനെ വിളിക്കട്ടെ. ലോക്ക് മാറ്റിത്താ. ഫിംഗർ. ഇച്ചായ, സുലോചന വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ലംബോദര മാഷ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓമനക്കുട്ടൻ സാറാണെങ്കിൽ അവിടെ പേടിച്ച് വിറച്ചിരിക്കുകയെന്ന്. അവരങ്ങനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞു, പക്ഷെ കേട്ടില്ല. എനിക്ക് വയ്യാന്ന് വരെ പറഞ്ഞെന്ന്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ലംബോദര മാഷ് വരുമ്പോ വാടക കാശാണെന്ന് പറഞ്ഞിട്ട് ആ കാശ് അങ്ങ് കൊടുത്തേക്കാം. പിന്നെ ഓമനക്കുട്ടൻ്റെ വാങ്ങിച്ചോളാം. നന്നായിപ്പോയി, അത് കിട്ടിയത് തന്നെ. ഇല്ലാതെ എന്ത് ചെയ്യാനടി? വാടക ലംബോദര മാഷിന് കൊടുക്കാം എന്നായിരുന്നു വ്യവസ്ഥ. വാക്ക് വ്യത്യാസം വരുത്തിയ ഞാനല്ലേ. അടുത്ത് ഓമനക്കുട്ടൻ്റെ കയ്യിൽ എന്തിനു കൊടുത്തു എന്ന് മാഷ് എന്നോട് ചോദിച്ചാൽ അത് നാണക്കേടല്ലേ അടി? താമസിച്ചു എന്ന് എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ടേ ആ കാശകം കൊടുക്കാം, ബാക്കിയുള്ള പിന്നെ നോക്കാന്നേ. വന്നോന്ന് തോന്നുന്നു, ഞാനൊന്ന് ഡീൽ ചെയ്യട്ടെ. മാഷായിരുന്നു, ഇരിക്കും. കാണുമ്പോൾ നിങ്ങൾ അഭിനയിക്കുന്ന ഈ മാന്യതയൊന്നും നിങ്ങളുടെ പ്രവൃത്തിയിലില്ലല്ലോ. എന്റെ മരുമകനെ പോലെ നിങ്ങളും ഒരു ഉടായിപ്പാണെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. എന്തുപറ്റി പക്ഷേ? കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ മാസത്തെ വാടക തരാനുള്ളത് ഈ മാസം 1-ാം തീയതിയാണ്. പക്ഷേ തന്നില്ല. മാഷേ, അതെന്താന്ന് 2-ാം തീയതി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. അത് പ്രശ്നം. 3-ാം തീയതി തരുമെന്ന് ഞാൻ ഉറപ്പായും പ്രതീക്ഷിച്ചു, തന്നില്ല. 4-ാം തീയതിയും 5-ാം തീയതിയും തന്നില്ല. ഞാൻ എപ്പോ എടുത്തോണ്ട് വരാം, അതോടുകൂടി ഈ പ്രശ്നം തീരുമല്ലോ. തീരില്ല. കാരണം കഴിഞ്ഞ 5 ദിവസമായി ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യുന്നു, നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല. ഒരു കാര്യം പറയാൻ വേണ്ടി ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്ന മര്യാദകേടാണ്. മാഷെ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നോണ്ടാ. ഞാൻ ഇപ്പൊ കാശ് എടുത്തിട്ട് വരാം. നീ വന്നായിരുന്നോ? ആലീസിനെന്തോ അസുഖമാണെന്ന് സുലോചന പറഞ്ഞു. എന്താ അസുഖം? ആ അസുഖം എന്താണെന്ന് അറിഞ്ഞാലേ മാഷ് പേടിക്കും. ആലീസിന്റെ അസുഖം കേട്ടാ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതാ ഈ അസുഖത്തിന്റെ പ്രത്യേകത. നോക്കൂ ആലീസ്, പണമിടപാട് കാര്യത്തിൽ കുറച്ചുകൂടെ കൃത്യത പാലിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം. എല്ലാ മാസവും 1-ാം തീയതി വാടക തരണമെന്നാണ് ഈ എഗ്രിമെന്റ്. പക്ഷേ തന്നില്ല. വാടക 2 ദിവസം വൈകിയ ആകാശം എന്താ ഇടിഞ്ഞു വീഴൂ? വൈകരുത്. വൈകിയ തന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും പറയടോ? എന്ത് ചെയ്യുമെന്ന്? കൊറേ നാളായി താൻ വാടകയെന്ന് പറഞ്ഞ് കേറി ഇറങ്ങി നടക്കുന്നു. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പം താനങ്ങ് കയറി മെയ്യുവാണല്ലേ? ആലീസേ, ഞാൻ ലംബോദര മാഷാണ്. താന്റെ കണ്ണിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കേ. നോക്കാൻ ഞാനിപ്പോ ആലീസാണോ? ആലീസാണോന്ന്? ആലീസാണെന്നുള്ളതേ തന്റെ വെറും തോന്നലാ. ഞാനിപ്പോ ആലീസ് അല്ല. മനസ്സിലായോ ഞാൻ ആരാണെന്ന്? എനിക്ക് പേടിയാവുന്നു. എന്റെ അസുഖം എന്താണെന്ന് പറഞ്ഞാ തനിക്ക് പേടി ഉണ്ടാവത്തില്ലെന്നല്ലേ താൻ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായോ എന്റെ അസുഖം എന്താണെന്ന്?
ഇനി വാടകയെന്നും പറഞ്ഞോണ്ട് ഇവിടെ കേറി ഇറങ്ങിയ ഉന്നെ ഞാൻ കൊന്ന് ഉൻ രക്തത്തെ കുളിപ്പേൻ. പുരിഞ്ചിതാ ഇതേത് ഭാഷ? அயோக்கிய நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா என் கண் முன்னாடி வந்து நிப்பே? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு பொங்கல் நடுவே. ആലിസ് ஐயோ മാഷേ. എന്താ ആലീസ്? എന്താ? മാഷേ, ഞാനിപ്പോ വല്ലതും പറഞ്ഞ മാഷേ? ഞാനിപ്പോ എന്തോ പറഞ്ഞില്ലേ മാഷേ? എന്നാടി നീ ചായ എടുക്ക്. മാഷ് വന്നിട്ട് എത്ര നേരമായി? അയ്യോ ചായ, അയ്യോ ശരിയാ, ചായ തന്നില്ലല്ലേ മാഷിന്? വേണം മാഷ് ചായ ചായ കുടിച്ചിട്ട് പോയാ മതി. എന്തുവാടി നീ എന്താ മുടിയൊക്കെ കഴിച്ചിട്ട് പ്രാന്തിയെ പോലെ? ഡോക്ടറെ, ആ കുട്ടിക്ക് എന്താ അസുഖം? അത് പിന്നെ അത്ര സീരിയസ് ആയിട്ടുള്ള അസുഖമൊന്നുമല്ല, ചെറിയൊരു അസുഖം. എന്റെ പൊന്നു ഡോക്ടറെ, ഡോക്ടർ സൂക്ഷിക്കണം. ദാ കാശ്. ഇത് എത്രയുണ്ട്? 14,000 രൂപ. പോരാ, അതല്ലേ വാടക? കഴിഞ്ഞ ഒരാഴ്ചത്തെ പലിശ കൂടി എനിക്ക് കിട്ടണം. പലിശ? ഇത് ഞാൻ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് പലിശ കിട്ടുമായിരുന്നു. എത്ര രൂപയാ പലിശ? 14,000 രൂപയ്ക്ക് 7 ദിവസത്തേക്ക് 23 രൂപ 50 പൈസ. ആ തരാം, ഇത് പിടിച്ചു. ഇല്ല, അതുകൂടി ചേർത്തേ ഞാനിത് വാങ്ങൂ. കാരണം പിന്നെ നിങ്ങൾ എനിക്ക് തന്നില്ലെങ്കിലും. അപ്പൊ 14,023 രൂപ 50 പൈസ അല്ലേ? ആ എടുത്തിട്ട് വാ. ലംബോദരനോട് ആ ഉടായിപ്പ്. പോയില്ലേ ഇതുവരെ? പോയില്ല. എന്താ പോവാത്തെ? പോവാ. എന്താ പോ? ഡോക്ടറെ കണ്ടിട്ട് പോ. ഡോക്ടർ വന്നില്ലെങ്കിലോ? വല്ലതിലും പോവും. എന്നാ പോ. പോവാ. ഇനി വാടകയെന്നും പറഞ്ഞോണ്ട് ഇവിടെ കേറി ഇറങ്ങിയ ഇല്ല, വിവരം അറിയും, വിവരം. ആയിക്കോട്ടെ. എന്നാ ചെല്ലി ഇവിടെ നിന്ന് കറങ്ങാതെ പോ. പോയി. യോ യോ യോ. ഇതൊക്കെ ഭ്രാന്തായ? എന്നാടി തനിയെ ചിരിച്ചോണ്ടിരിക്കുന്നത്? മാഷ് പോയോ? പോയി. എവിടെ പോയി? വാടക കൊടുത്തില്ല. വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു? പിന്നെ മതിന്ന് പറഞ്ഞു. പിന്നെയാ? ആ, ഇനി വാടകയെന്നും പറഞ്ഞോണ്ട് ഉടനെ മാഷ് ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ല. എന്തുവാടി സംഭവിച്ചേ? ഇച്ചാനല്ലേ പറഞ്ഞത് എന്റെ അഭിനയം ഭയങ്കര ഓവർ ആക്ടിങ് ആണെന്ന്? അതാണല്ലോ. അത് കുശുമ്പ് കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കഴിവ് എന്താണെന്നുള്ളത് ലംബോദരൻ മാഷിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്ത്? നമ്മുടെ അഭിനയം ഭയങ്കര ഓവർ ആക്ടിങ്. എന്റെ അഭിനയം എടുത്ത് യൂട്യൂബിലിട്ടാൽ ആളുകൾ ട്രോളും. ഈ ഓവർ ആക്ടിങ് കൊണ്ട് ഗുണമൊക്കെ ഉണ്ട്. അത് വഴിയേ മനസ്സിലായിക്കോളും. കൊറേ ട്രോളന്മാരിറങ്ങിയിരിക്കുന്നു വിമർശിക്കാൻ. എടി നിനക്ക് പ്രാന്തായ? ഇവക്കെന്തിന്റെ കേട്? കുട്ടേട്ടാ ഫോൺ. ജോർജ് കുട്ടി. ജോർജ് കുട്ടിയാ? ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഇതോടെ ഒരു തീരുമാനമായി കാണും. എല്ലാം കൊള്ളായി. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പരമ്പ് തല്ലാണ് എടുത്ത് ആ കാർ പോർച്ചിൽ കൊണ്ടിട്ടേര്. എന്തിന്? എന്തായാലും എന്നെ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പോഴേക്കും അവിടെയെങ്കിലും ചെന്ന് കിടക്കാമല്ലോ. ഹലോ ഓമനക്കുട്ടാ, എന്തായാലും എല്ലാം പൊളിഞ്ഞാ? പൊളിയുമായിരുന്നു. പക്ഷെ ആലീസിന്റെ പെർഫോമൻസിൽ തൽക്കാലം നീ രക്ഷപ്പെട്ടു. എന്ന് വെച്ചാ? ശരി ജോർജ് കുട്ടി. എന്തേ കുട്ടേട്ടാ? ഒന്നും സംഭവിച്ചില്ല. ആലീസ് എന്നെ രക്ഷിച്ചു. എന്ന് വെച്ചാ? അതൊക്കെ ഉണ്ട്, കുറെ പറയാനുണ്ട്, പിന്നെ പറഞ്ഞുതരാം. ദേ അച്ഛൻ വരുന്നുണ്ടേ. ആ വരവ് കണ്ടലറ കലിപ്പിലാണ്. ഇന്ന് കുട്ടേട്ട മിക്കവാറും ചീത്തവിളി കേൾക്കും. ഒരു കലിപ്പുമില്ല, ഒരു ചീത്തവിളി ഞാൻ കേൾക്കാനും പോണില്ല. കണ്ടോ മാവാ? ജോർജ് കുട്ടിയുടെ വീട്ടിൽ പോയായിരുന്നു? പോയിരുന്നു. എന്നിട്ട് വാടക കിട്ടിയോ? കിട്ടി കാണും, കണ്ടാൽ അറിയാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. വാടക കിട്ടുമായിരുന്നു. ഞാൻ ആലോചിച്ചപ്പോ നമ്മൾ എന്തിനാ വെറുതെ ധൃതി പിടിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു ഡോക്ടറല്ലേ. എനിക്കാണെങ്കിൽ ഇപ്പൊ കാശിന് വലിയ അത്യാവശ്യമില്ല. വാടക സൗകര്യം പോലെ തന്നാ മതി എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. പോകുമ്പോ അച്ഛൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. പക്ഷെ ആ തീരുമാനം എനിക്ക് മാറ്റേണ്ടി വന്നു. അതെന്താ?
അപകടങ്ങൾ എന്തിനാ ക്ഷണിച്ചു വരുത്തുന്നത്? എന്താ അപകടം? അല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ ഒരു അപകടങ്ങൾ വന്നു ചേരുന്നത്. ഇത്തവണ ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു.